കിലുക്കാൻ പെട്ടിയെന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. ഇങ്ങനെ കിളി സംസാരിക്കുന്ന പോലെയുള്ള നേരിയ സ്വരമായിട്ട് ഓടി നടക്കും. ചിട്ടയായ പഠനം, നല്ല ബുദ്ധിയായിരുന്നു. നോട്ട് ബുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ട് നടക്കുമായിരുന്നു. അപ്പൊ ആ ഒരു പഠന മേഖലയിലെ അവളുടെ ആ ഒരു കഴിവ് ഇന്ന് നമ്മുടെ വിദ്യാലയത്തിന് തന്നെ, എഴുവിന്റെ ഗ്രാമത്തിന് തന്നെ ഒരു നേട്ടമായിട്ട് ആ ഒരു കഴിവിനെ കൊണ്ടുവരാനായിട്ട് അവളിലൂടെ സാധിച്ചു എന്നുള്ളതിന് ഹരിതയ്ക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ അവസരത്തിൽ മറ്റൊന്ന് ഞാൻ ശ്രദ്ധിച്ചത്, ഈ കഴിഞ്ഞ കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട് UP വിഭാഗത്തിന് ഒരു ഫുട്ബോൾ മാച്ച് നമ്മുടെ കായികാധ്യാപകനായ ഷാജി സാറ് നടത്തുകയുണ്ട്. അപ്പൊ അന്ന് കുട്ടികളെ അഭിനന്ദിക്കാനും ബ്ലസ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചവിടെ കൊണ്ടുവന്നു. ആ സമയത്ത് ഷാജി സാറ് പറഞ്ഞ ഒരു വലിയൊരു കാര്യം, അത് നിങ്ങളുടെ അറിവിലേക്ക് കൂടെ ഞാൻ പറയുകയാണ്. ഷാജി സാറ് കുട്ടികളോട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഇന്ന് നിങ്ങൾ പന്ത് കളിക്കാനും പന്ത് കളിയിൽ ഇഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നു. ഇനി ഒരു സമയത്ത് നിങ്ങൾ ഈ കളിയിലൊക്കെ മികവ് നേടി ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ചിലപ്പോൾ പോയെന്ന് വരാം. പക്ഷേ അപ്പോ നമ്മളറിയാതെ ഞാൻ എന്തോ ആയി എന്നൊരു ചിന്ത വന്നാൽ അത് നമ്മുടെ അധപതനത്തിന് കാരണമാകും എന്നൊരു മെസ്സേജ് വളരെ അർത്ഥവത്താണ്. ഏത് ഉയരങ്ങളിലേക്ക് പോയാലും എളിമയുടെ രൂപത്തിലേക്ക് നമ്മളുടെ കഴിവുകളെ ദൈവത്തിന് സമർപ്പിക്കണമെന്നുള്ള ഷാജി സാറിന്റെ ഒരു മെസ്സേജ് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് അത് ഈ അവസരത്തിൽ എല്ലാവരുടെ അറിവിനായിട്ട് പറയണം. അപ്പൊ എത്രയൊക്കെ ഉയരങ്ങൾ ഇനി കീഴടക്കാനിരിക്കുന്നു. എത്ര ഉയരങ്ങൾ കീഴടക്കിയാലും പഠിപ്പിച്ച അധ്യാപകരെയും പഠിച്ച വിദ്യാലയത്തെയും മറക്കാതിരിക്കുക. ആ ഒരു ഓർമ്മ എന്ന് നിങ്ങളിൽ ഉണ്ടായിരിക്കുക. മറ്റൊന്ന്, ശിക്ഷയും ശിക്ഷണവും അത് ആവശ്യമാണ്. അപ്പൊ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടത്, കുട്ടികൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അധ്യാപകർ അവരെ ഒന്ന് വഴക്ക് പറഞ്ഞിരിക്കും. പക്ഷെ അതൊരു വലിയ സംഭവമായിട്ട് നമ്മൾ കാണരുത്. കാരണം അവിടെ ഒന്ന് ആ 50 കുട്ടികളിൽ 60 കുട്ടികളിൽ ഇവൻ ചിലപ്പോൾ നമ്പർ 1 ആകാനായിട്ട് പോകുന്നത് ഈ ഒരു കുറവ് നികത്തുമ്പോഴായിരിക്കും. അപ്പൊ ആ കുറവ് നികത്താൻ ഒരു അധ്യാപിക തുനിയുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് കാണാതെ അത് എൻ്റെ മകൻ്റെ അല്ലെ എൻ്റെ മകളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്ന ഒരു മനോഭാവത്തോടെ അത് നോക്കിക്കാണുവാനും അധ്യാപകരോടൊപ്പം നിൽക്കാനും മാതാപിതാക്കള് ഇങ്ങനത്തെ തലമുറയിലെ കുഞ്ഞുങ്ങളെ അങ്ങനെയൊക്കെ നമ്മളൊന്ന് പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നും ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഒന്നുകൂടെ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് നടന്ന എല്ലാ ആദരം പരിപാടിക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ഇനിയും ഈ വിദ്യാലയം ആലപ്പുഴ ജില്ലയിലെ എല്ലാ ലോകത്തിലെ തന്നെ നമ്പർ 1 ആയിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മിനി ടീച്ചറിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. തുടർന്ന് SLC+2 വിഭാഗത്തിൽ നിന്ന് A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയം നൽകുന്ന സ്കോളർഷിപ്പ് വിതരണമാണ്. SLC+2 A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി പ്രിൻസിപ്പൽ ഷൈനിമോൾ TA ടീച്ചറിനെ ക്ഷണിക്കുന്നു. സ്കോളർഷിപ്പ് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾ സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് പോകാവൂ. +2 വിഭാഗത്തിൽ 2021 വർഷം A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ആദ്യം വിളിക്കുന്നത്. ഭഗത് കൃഷ്ണ ദേവ് B, അഞ്ജിത KS, കൊമേഴ്സ് വിഭാഗത്തിൽ നിന്ന് അഞ്ജിത KS, സന ഡൊമിനിക്, ജിസ്മി K ആന്റണി, വിദ്യാർത്ഥികളെ, ഈ പ്രോഗ്രാം അവസാനിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇവിടെ നിന്ന് പോകാവൂ എന്ന് അറിയിക്കുന്നു. തുടർന്ന് നന്ദി കഴിഞ്ഞിട്ട് മാത്രം ഇവിടെ നിന്ന് നിങ്ങൾ വീടുകളിലേക്ക് പോകാവൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ജിസ്മി K ആന്റണി, ഹൃദ്യ കൃഷ്ണകുമാർ, അനശ്വര റോയൽ,
ഇവ ഹെൻറീന, ഇവ ഹെൻറീന. ഗ്ലോറിയ മറിയ ഫ്രാൻസിസ്, ഗ്ലോറിയ മറിയം ഫ്രാൻസിസ്. നിയ ത്രേസ്യ, നിയ ത്രേസ്യ. സുസ്മിത ട്രീസ അൽഫോൻസ, സുസ്മിത ട്രീസ അൽഫോൻസ. ആൽഫ്രഡ് ജോൺസൺ. തുടർന്ന് 2019-20 അധ്യയന വർഷം +2 വിഭാഗത്തിൽ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണമാണ്. ആദിത്യ ടി ജെ, ആദിത്യ ടി ജെ. ബ്ലെസ്സി ജോസഫ്, സയൻസ് വിഭാഗം വിദ്യാർത്ഥിനിയാണ് ബ്ലെസ്സി ജോസഫ്. തുടർന്ന് കൊമേഴ്സ് വിഭാഗത്തിൽ നിന്ന് നിയ മേരി വി എ, നിയ മേരി വി എ. ഷെറിൻ സേവ്യർ, ഷെറിൻ സേവ്യർ. സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ +2 വിഭാഗം വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ. തുടർന്ന് SLC വിഭാഗത്തിൽ 2019-20 അധ്യയന വർഷം സ്കോളർഷിപ്പിന് അർഹയായ വിദ്യാർത്ഥികളെയാണ് വിളിക്കുന്നത്. അമല ഏബൽ. പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ വേദിയിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരുക. അമല ഏബൽ. അർജുൻ അജയ്, അർജുൻ അജയ്. അർജുൻ മനോഹർ. ആഷ്ലി മരിയ. നെക്സ്റ്റ് ജിസ്ന കെ ആന്റണി, ജിസ്ന കെ ആന്റണി. ജ്യോതിക ജയം, ജ്യോതിക ജയം. സ്കോളർഷിപ്പ് വാങ്ങിച്ചതിന് ശേഷം ബിജു ടീച്ചറിന്റെ അരികിൽ ചെന്ന് സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇവിടെ നിന്ന് പോകാവൂ. ജ്യോതിക ജയം. മിന്നു ബൈച്ചു, മിന്നു ബൈച്ചു. ടോമിൻ ബിജു ജോസഫ്, ടോമിൻ ബിജു ജോസഫ്. തുടർന്ന് 2020-21 അധ്യയന വർഷം ഫുൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണമാണ്. സ്കോളർഷിപ്പ് നൽകുന്നതിനായി ഹരിത KK ക്ഷണിക്കുന്നു. കുമാരി ഹരിത KK ക്ഷണിക്കുന്നു. അഞ്ജന ഉല്ലാസ്, അഞ്ജന ഉല്ലാസ്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണമുണ്ട്, ആരും പോകരുത് എന്ന് അറിയിക്കുന്നു. പ്രിയ കുട്ടികളെ, 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഉച്ചഭക്ഷണം കരുതിയിട്ടുണ്ട്. അഞ്ജന ഉല്ലാസ്. അയന PP, അയന PP. ലിദിയ ബിജു, അഭിരാമി PS, അഭിരാമി PS. അന്ന ജസ്ന ജോസഫ്, അന്ന ജസ്ന തോമസ്. ആൻ മരിയ ജോൺസൺ, ആൻ മരിയ ജോൺസൺ. അനു മരിയ പ്രകാശ്, അനു മരിയ പ്രകാശ്. then ഗൗരി നന്ദാബി, ഗൗരി നന്ദാബി. എലന ജോഡി, എലന ജോളി. മരിയ ആഗ്നസ്, മരിയ ആഗ്നസ്. മിനിഷ ലൂസി PV, നിരഞ്ജന PV,
പ്രിയ മേരി വിവി, പ്രിയ മേരി വിവി. രശ്മി രാമചന്ദ്രൻ, രശ്മി രാമചന്ദ്രൻ. റിയ എലിസബത്ത് ടി ജെ, റിയ എലിസബത്ത് ടി ജെ. റോഷ്ന ജോസ്, സനില ഷൈജു. കുട്ടികളെ, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കേണ്ടതാണ്. ഈ പ്രോഗ്രാം അവസാനിച്ചതിന് ശേഷമേ നിങ്ങൾ സദസ്സിൽ നിന്ന്, ഈ ഹാളിൽ നിന്ന് പുറത്തു പോകാവൂ. റോഷ്ന ജോസ്, സനില ഷൈജു, ഷംന ബാബു. സിയാന മഗ്ലലിൻ, സിയാന മഗ്ലലിൻ. സ്നേഹർ സാജു, ട്രേസ്യ ഷെറി, ട്രേസ്യ ഷെറി. അലൻ കെ തങ്കച്ചൻ, ആൽഫി ആന്റണി, ആൽഫി ആന്റണി. അശ്വിൻ പ്രസാദ്, അശ്വിൻ പ്രസാദ്. അതുൽ കൃഷ്ണ കെ എസ്, അതുൽ കൃഷ്ണ കെ എസ്. തുടർന്ന് സ്കോളർഷിപ്പ് നൽകുന്നതിനായി ഹെഡ്മാസ്റ്റർ ലിബിനോൻ ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. അതുൽ കൃഷ്ണ കെ എസ്. മിസ്റ്റർ ഡാൽഫിൻ ജോസഫ്, ഡാൽഫിൻ ജോസഫ്. ദീപു കൃഷ്ണൻ യു, ദീപു കൃഷ്ണൻ യു. എൽവിസ് ഡേവിഡ് ഫെന്നി, എൽവിസ് ഡേവിഡ് ഫെന്നി. ജോയൽ ജോൺ, ജോയൽ ജോൺ. ജോയൽ ജോർജ്. നെക്സ്റ്റ് വൺ, ജോയൽ ജോർജ്. റോൺഷ കെ ആർ, റോൺഷ കെ ആർ. സംഗീത് കൃഷ്ണ കെ എസ്, സംഗീത് കൃഷ്ണ കെ എസ്. ഇനിയും ആർക്കെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുവാനുണ്ടെങ്കിൽ എത്തിച്ചേർന്നതിന് SLC+2 വിഭാഗത്തിൽ മൊമെന്റോ ലഭിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. പ്രിയമുള്ള കുട്ടികളെ, എല്ലാവരും ഈ ഹാളിനുള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. ജീവിതത്തിൽ നിങ്ങളെ വഴി നടത്തിയവരെയും നിങ്ങൾക്ക് വഴി തെളിയിച്ചു തന്നവരെയും ഒരിക്കലും മറക്കാതിരിക്കുക, നന്ദിയോടെ ഓർമ്മിക്കുക. തുടർന്ന് ഈ പരിപാടിയുടെ നന്ദിയാണ്. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങ് പൂർണ്ണമാവുന്നു. സ്കൂൾ പ്രവർത്തനങ്ങളിൽ ഒരു സ്റ്റാഫ് സെക്രട്ടറിയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. സ്കൂളിന്റെ എല്ലാ പാഠ്യേതര പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് ക്രമീകരിക്കുന്ന, വിദ്യാർത്ഥികളെ സരസമായ ക്ലാസുകളിലൂടെ അവരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ മലയാള വിഭാഗം അധ്യാപകൻ ജീവനക്കാരുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റിൽ അറിയിച്ച് അവർക്ക് ആശ്വാസം പകരുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ സ്റ്റാഫ് സെക്രട്ടറിയും ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപകനുമായ കുര്യാക്കോസ് ആന്റണി സാറിനെ ഈ ചടങ്ങിന് നന്ദി പറയുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിശിഷ്ട വ്യക്തികളെ, പോകാൻ അക്ഷമരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മളെ ഇന്ന് വളരെ കാലമായുള്ള നമ്മുടെ ആഗ്രഹമാണ് സഫലമായിരിക്കുക. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ
ഒരു കമ്പ്യൂട്ടർ ലാബ് എന്നുള്ളത് ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം കഴിഞ്ഞ 2 വർഷം +2 SSLC പരീക്ഷകളിൽ A+ വിജയം നേടിയ കുട്ടികളെ ആദരിക്കുക എന്നുള്ള ആഗ്രഹവും ഇന്ന് സഫലമായിരിക്കും. അപ്പോൾ ഇതിന് സാക്ഷ്യം വഹിച്ച എല്ലാ കുട്ടികളും ഇനിയും ആദരവ് ഏറ്റുവാങ്ങാനുള്ള ഒരു പ്രേരണയും പ്രചോദനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മളെ ഈ ആദ്യം നന്ദി പ്രകാശിപ്പിക്കേണ്ടത് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട പോൾ ചെറുപ്പള്ളി അച്ഛനാണ് ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ചത്. നമ്മുടെ മാത്സ് കമ്പ്യൂട്ടർ ലാബ് യാഥാർത്ഥ്യമാക്കിയത് മാനേജർ അച്ഛൻ്റെ അത്യധ്വാനമാണ്. അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് സ്കൂളിലെ, എനിക്ക് തോന്നുന്നു അച്ഛൻ വന്ന ശേഷമാണ് നമുക്ക് +2 SSLC പരീക്ഷകളിലൊക്കെ വലിയ വിജയത്തിലേക്ക് നമ്മൾ എത്തിയത്. അച്ഛൻ്റെ സ്നേഹ, കൂട്ടായ്മ, സഹകരണം, ദൈവാനുഗ്രഹം എല്ലാം അതിന് സഹായകമായി തീർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ച നമ്മുടെ ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട പോൾ ചെറുപ്പള്ളി അച്ഛന് എല്ലാ സ്കൂളിന്റെ പേരിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം ഇന്ന് മാത്സ് കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ പ്രിയ ബഹുമാനപ്പെട്ട തോമസ് നങ്ങേലി മാനേജൻ നല്ല ഒരു സന്ദേശം നൽകി. നമുക്ക് ബുദ്ധി, ശുദ്ധി, വിശുദ്ധി ഇതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് അച്ഛൻ നമ്മെ കുട്ടികളെ ഓർമ്മപ്പെടുത്തി. അച്ഛൻ്റെ വളരെ ഹൃദ്യമായ സന്ദേശമായിരുന്നു. വളരെ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം മാറ്റിവെച്ച് നമ്മളുടെ ഈ സ്കൂളിലെ കുട്ടികളെ ആദരിക്കാനും നമ്മുടെ ഈ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനുമായിട്ട് വിളിച്ചേർന്ന നമ്മുടെ ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട തോമസ് നങ്ങേലി മാനേജന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ ഫോട്ടോ അനാച്ഛാദനം നടത്തിയ നമ്മുടെ അസിസ്റ്റന്റ് കോർപ്പറേറ്റ് മാനേജർ റവറൻ ഡോക്ടർ ബെന്നി പാലാട്ടി അച്ഛൻ അസിസ്റ്റന്റ് കോർപ്പറേറ്റ് മാനേജർ ആയിട്ട് അധികം നാളായിട്ടില്ല. എങ്കിൽ പോലും നമ്മുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ നല്ല പ്രാവീണ്യമുള്ള, ദീർഘവീക്ഷണമുള്ള അച്ഛൻ നല്ല ഒരു സന്ദേശം നൽകി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബെന്നി ടീച്ചറിന്റെ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ടീച്ചറിന്റെ ഫോട്ടോ അനാച്ഛാദന കർമ്മവും അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹത്തിനും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഹൃദ്യമായ നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ അഡ്വക്കേറ്റ് AM ആരിഫിന്റെ ആദരവ് നൽകാനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ വിദ്യാലയത്തിന്റെ, മാതൃവിദ്യാലയത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ ശ്രീമതി ബലീമ ജോജോ, ഒരു MLA എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിലെ, അരൂർ മണ്ഡലത്തിലെ ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ ഈ ഒരു ആദരവ് ചടങ്ങിൽ ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ MP ഇവിടെ വന്ന് നൽകേണ്ട ആദരവ് വളരെ താല്പര്യപൂർവ്വം ഇവിടെ നൽകുകയും നമുക്കായി ഗാനം ആലപിക്കുകയൊക്കെ ചെയ്ത ശ്രീമതി ബലീമ ജോജോ MLAയ്ക്കും നമ്മുടെ വിദ്യാലയത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ ദേശീയ അംഗീകാരം നേടിയ ATL പ്രവർത്തനങ്ങൾക്ക് ഉള്ള അംഗീകാരം ഇന്ന് നൽകുകയുണ്ടായി. 2 അധ്യാപകരാണ് അത് ഏറ്റുവാങ്ങിയത്. ജോസഫ് സാറും അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ മെന്ററായി സേവനം അനുഷ്ഠിച്ച ജിത ഗോപിനാഥ്, അതുപോലെ തന്നെ A+ വിദ്യാർത്ഥികൾക്കൊക്കെ ആദരവ് നൽകാനായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ R ജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. വളരെ നമ്മുടെ വിദ്യാലയത്തോട്, നമ്മുടെ വിദ്യാലയത്തിന്റെ ചില പൂർവ്വ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തോട് വളരെ താല്പര്യവും പ്രകടിപ്പിക്കുന്ന R ജീവൻ നമ്മുടെ ഈ ആദരവ് പ്രോഗ്രാമിലും ആദ്യം തന്നെ, നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളോടൊപ്പമുണ്ട്. നമ്മളിൽ ഒരാളായി ശ്രീ ജീവനും ഏറ്റവും സ്നേഹത്തോടെ കൃത്യമായി നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ഹരിത എത്തിയിട്ടുണ്ട് നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാനായി. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളിൽ നിന്നും പഠിച്ചു പോയതിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥാനത്ത് എത്തിയ പൂർവ്വ വിദ്യാർത്ഥിയാണ് നമ്മുടെ കുമാരി ഹരിത. അപ്പോൾ ഹരിതയെയും ഈ അവസരത്തിൽ നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് എത്തിച്ചേർന്ന ഹരിതയ്ക്കും എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ മധുക്കുട്ടൻ, ശ്രീ മധുക്കുട്ടൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. തിരക്കുള്ളത് കൊണ്ട് അദ്ദേഹം അധിക സമയം ഇരിക്കാതെ തന്നെ ഇവിടെ നിന്നും പോയി. എങ്കിലും അദ്ദേഹത്തിന്റെ വിദ്യാലയത്തെ മറന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തെളിയിക്കുക. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ഇടവക ട്രസ്റ്റിമാരാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുക. ലാബിന്റെ പ്രവർത്തനങ്ങൾ തയ്യാറാക്കുന്നതിനും അതുപോലെ മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ഈ ഇടവകയിലെ ട്രസ്റ്റിമാരാണ്. നമ്മുടെ കുട്ടികളെ ആദരിക്കാനായിട്ട് ഇടവക ട്രസ്റ്റിയായ ശ്രീ ഹോർമിസ് പിയെയും ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വിദ്യാലയത്തിന്റെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ CB ജോബ് നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹവും കൂടി നിന്നാണ് ഇതിന്റെ ആലോചനകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ക്രമീകരിക്കുക. നമ്മളോടൊപ്പം ഒരാളായി നിന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും ആത്മാർത്ഥതയോടെ സ്കൂളിനോട് പ്രവർത്തിക്കുന്ന ജോബിയേട്ടന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ സ്കൂളിനെ നല്ല അച്ചടക്കത്തിലും മികച്ച വിജയത്തിലും നമ്മുടെ സ്കൂളിനെ നയിക്കുന്ന ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ ഷൈനിമോൾ ടീച്ചർ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആദ്യം മുതൽ അവസാനം വരെ എല്ലാ പ്രവർത്തനങ്ങളിലും ടീച്ചർ കൂടെ ഉണ്ടായിരുന്ന ടീച്ചറിന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ടീച്ചറിനും എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജുമോൻ ജോസഫ് സാറിന്റെ ചിട്ടയായ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ ഇത്രയും കൂടി 100ഓളം കുട്ടികളാണ് ഇവിടെ ആദരവ് ഏറ്റുവാങ്ങാനായി എത്തിച്ചേർന്നത്. അവർക്ക് ചിട്ടയായി ആദരവ് നൽകാൻ, അവർക്ക് മൊമെന്റോ നൽകാനായിട്ട് വളരെയേറെ അധ്വാനം അതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വേണ്ട രീതിയിൽ ഓരോരുത്തർക്കും അനുയോജ്യമായ ജോലി, അവർക്ക് ഉത്തരവാദിത്വം ഓരോ അധ്യാപകർക്ക് നൽകി ക്രമപ്പെടുത്തി ദിവസങ്ങളായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ബിജുമോൻ ജോസഫ് സാറിനും എല്ലാവരുടെയും പേരിൽ ഈ വിദ്യാലയത്തിന്റെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ മേരി മിനി ടീച്ചർ 31 വർഷത്തെ സേവനത്തിന് ശേഷം നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ടീച്ചറിന്റെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒരുമിച്ച് ചേർന്ന് ഒരു ടീച്ചറിന് യാത്രയപ്പ് നൽകുന്നത്. കുട്ടികളിൽ മാത്രമല്ല, രക്ഷിതാക്കളിലും അവരുടെ മനസ്സിലും വലിയ സ്വാധീനം ചെലുത്താൻ ടീച്ചറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ കുട്ടികൾക്കും അത് നല്ലൊരു മാതൃകയായി തീർന്നു. ഒരു അധ്യാപകരെ ആദരിക്കേണ്ടതാണ് എന്ന വലിയ സന്ദേശമാണ് അതിലൂടെ ആ മാതാപിതാക്കൾ കുട്ടികൾക്ക് നൽകിയത്. നമ്മുടെ ഇന്ന് ആ ടീച്ചറിനും നമ്മളിന്ന് 31 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന മിനി ടീച്ചറിന് നമ്മളിന്ന് ആദരവ് നൽകി. ഇന്നത്തെ നമ്മുടെ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മിനി ടീച്ചറിനും എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഇന്ന് പരീക്ഷയുടെയും മറ്റ് ക്ലാസിന്റെയും ഒക്കെ തിരക്കുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. എങ്കിലും 100ഓളം കുട്ടികൾ സാധിക്കാത്തവര്, അവരുടെ രക്ഷിതാക്കൾ ഇവിടെ ആദരവ് അവരുടെ മാതൃവിദ്യാലയത്തിൽ നിന്നും അവർ പഠിച്ചിറങ്ങിയ വർഷങ്ങളോളം അവർക്ക് വിദ്യ പകർന്നു നൽകിയ അധ്യാപകരെ കാണാനും ആദരവ് ഏറ്റുവാങ്ങാനുമായിട്ട് എത്തിച്ചേർന്നു. ആ വിദ്യാലയത്തിന്റെ മികച്ച തലയെടുപ്പിന് അവരുടെയൊക്കെ വിജയം കാരണമായി തീർന്നിട്ടുണ്ട്. അധ്യാപകരായ ഞങ്ങൾ ഓരോരുത്തരും തല ഉയർത്തി നിൽക്കുന്നത് നിങ്ങളുടെ വിജയമാണ്, നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ്. നിങ്ങൾ അത് ഏറ്റുവാങ്ങാനായി ഇവിടെ എത്തിച്ചേർന്ന ഇവിടെ ആദരവ് ഏറ്റുവാങ്ങിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ ആദരവ് പ്രോഗ്രാമിന്റെ കൺവീനർ ആയി പ്രവർത്തിച്ചത് ബിജു അഞ്ചൽ ടീച്ചറാണ്. ഈ സ്കോളർഷിപ്പുകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഓരോ ഉത്തരവാദിത്തങ്ങൾ എത്രമാത്രം ഭംഗിയായി നടക്കുന്നുണ്ടോ എന്നും ടീച്ചർ അന്വേഷിച്ചും വിളിച്ചും ദിവസങ്ങളായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും പേരിൽ, ഔപചാരികതയുടെ പേരിൽ ടീച്ചറിനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഒപ്പം മൊമെന്റ് തയ്യാറാക്കി കൃത്യമായി ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാവർക്കും യഥാസമയം ലഭിക്കത്തക്ക രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രവർത്തിച്ചത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നിഖിൽ സാറും ആന്റണിയും ഹോർമിസ് സാറുമാണ്. ഇന്നലെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് രാത്രി 9:30-10 മണി വരെ എറണാകുളത്ത് പോയിരുന്ന് ഇത് മുഴുവനും പ്രിന്റ് ചെയ്യിച്ച് യഥാസമയം കൃത്യമായി തെറ്റുകൾ കൂടാതെ ഇവിടെ പ്രിന്റ് ചെയ്യിച്ച് നിന്ന് യഥാസമയത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വിതരണത്തിന് ഒരുക്കിയ നിഖിൽ സാറിനും അതുപോലെ ആന്റണി ഹോർമിസ് സാറിനും ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ റിസപ്ഷൻ കമ്മിറ്റിയുടെ ചുമതല വഹിച്ച മേരി സഞ്ജയ് ടീച്ചർ, അതുപോലെ ലിസ ജോബ് സിസ്റ്റർ, നമ്മുടെ റീത്ത സിസ്റ്റർ, ഫോട്ടോ അനാച്ഛാദനത്തിന് ആയി നമ്മുടെ ഫോട്ടോ ക്രമീകരിച്ച അഗസ്റ്റി സാറിനും ടീമിനും, അതുപോലെ വേണ്ട ക്രമീകരണം നടത്തിയ ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളായ ശ്രീ വിനോബി, ശ്രീമതി നാൻസി, ശ്രീമതി ലിസി,
അതുപോലെ കമ്പ്യൂട്ടർ ലാബ് നമ്മുടെ ഉദ്ഘാടനത്തിന് വേണ്ടി അലങ്കരിച്ച് തയ്യാറാക്കിയ ഹയർ സെക്കൻഡറി അധ്യാപകര്, ലാബ് അസിസ്റ്റന്റുമാരായി പ്രവർത്തിച്ച നമ്മുടെ മുൻ കമ്പ്യൂട്ടർ ടീച്ചർ കൂടിയായ സിനി ടീച്ചർ ശ്രീമതി ലൈജ, ഇവരെയൊക്കെ പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഒപ്പം എല്ലാവർക്കും എല്ലാ ക്രമീകരണത്തിനും നേതൃത്വം നൽകിയ എല്ലാ അധ്യാപകർക്കും ഒറ്റ വാക്കിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഈ ഒരു പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് ഇതിന്റെ അനൗൺസ്മെന്റ് ആണ്, ആങ്കറിംഗ് ആണ്. അത് വളരെ കൃത്യമായി മനം നിറയ്ക്കുന്ന വാക്കുകളോടെ ആങ്കറിംഗ് നടത്തിയ ടെസ്റ്റ് ടീച്ചറിന് വന്ന വിശിഷ്ട വ്യക്തികൾ പോലും അഭിനന്ദിക്കുകയുണ്ടായി. എല്ലാവരുടെയും അഭിനന്ദനങ്ങൾക്ക് പാത്രമായ ടെസ്റ്റ് ടീച്ചറിന്റെ ഇനിയുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉടനെ സഫലമാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മനോഹരമായി ഹൃദ്യമായി അനൗൺസ് ചെയ്ത ടീച്ചറിനും എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ ഇത്തരത്തില് ഒരു പ്രോഗ്രാം ഇന്ന് ഇവിടെ നടത്താനായിട്ട് സാമ്പത്തിക സഹായം നൽകിയത് ഇവിടുത്തെ പ്രിയപ്പെട്ട അധ്യാപകരാണ്, സ്റ്റാഫ് അംഗങ്ങളാണ്. അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ ഒരു പ്രോഗ്രാം ഇത്രയും വിജയപ്രദമായി തീർന്നത്. 50,000-ഓളം രൂപ ചെലവ് വരുന്ന ഈ ആദരവ് പ്രോഗ്രാം ഇവിടെ നടത്താൻ തങ്ങളെ പഠിപ്പിച്ചു വിട്ട കുട്ടികൾക്ക് തികച്ചും ഉറപ്പായും ആദരവ് നൽകേണ്ടത് തന്നെയാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഐകകണ്ഠേന എല്ലാവരും കൂടി ഈ പ്രോഗ്രാം നടത്താനും അതിനുവേണ്ട സാമ്പത്തിക സഹായം നൽകാനും തയ്യാറായത്. അങ്ങനെ തങ്ങളുടെ കുട്ടികളെ ആദരിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി മറ്റു വേണ്ട ക്രമീകരണങ്ങൾ നടത്തി എല്ലാത്തിനും നേതൃത്വം നൽകിയ ഈ സെന്റ് ആഫേഴ്സിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ ആരംഭത്തിൽ ഈശ്വര പ്രാർത്ഥന നടത്തിയ നമ്മുടെ വിനീത ടീച്ചറുണ്ട്, പ്രിയ ടീച്ചറുണ്ട്, പ്രിയപ്പെട്ട കുട്ടികളുണ്ട്. അവരെയും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ അവർക്കും നന്ദി പറയുന്നു. അവരുടെയും ഗാനം വിശിഷ്ട വ്യക്തികളുടെ മനം നിറച്ചു എന്നുള്ളതിന് തെളിവാണ് അവരും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയത്. അപ്പോൾ ഈ എന്നെ കേൾക്കുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് സാക്ഷ്യം വഹിച്ച എല്ലാ വിദ്യാർത്ഥികളും ഇതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട വിജയം നേടാനായിട്ട് സഹായമായി തീരട്ടെ, അല്ലെങ്കിൽ അതിനെ ഈ ചടങ്ങ് പ്രേരകമായി തീരട്ടെ എന്ന് അഭിനന്ദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ഹരിത ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ഒരു ഉത്തരവാദിത്തത്തിൽ എത്തിയിരിക്കുക, പൊസിഷനിൽ എത്തി നിൽക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ മാതൃകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ കടലും കപ്പലും ഒക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്നവരാണ്. തീർച്ചയായും ഹരിതയുടെയൊക്കെ സാന്നിധ്യം കുട്ടികൾക്ക് ഇനി നല്ല ഒരു പ്രേരണയും പ്രചോദനവും നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവർക്കും ഹരിതയ്ക്ക് പ്രത്യേകമായി ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ ഈ ചടങ്ങിന് എത്തിയ വിജയകരമായി തീർന്നതിന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് കുട്ടികളാണ്, പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യവും ആണ് ഈ ഒരു പ്രോഗ്രാമിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. വളരെ അച്ചടക്കത്തോടെ ചിട്ടയായി ഇവിടെ ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ച പ്രിയപ്പെട്ട കുട്ടികൾക്കും നിങ്ങളുടെ പ്രോത്സാഹിപ്പിക്കാനാണ് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർക്കും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് ഉച്ചഭക്ഷണം നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ സിസ്റ്ററാണ്, ലിസാജോ സിസ്റ്ററാണ്. അതിനുവേണ്ടി വളരെ വിജയകരമായി ഇന്ന് പ്രത്യേക വിശേഷപ്പെട്ട ഒരു ഭക്ഷണം നൽകണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനുവേണ്ട നേതൃത്വം നൽകുകയും ചെയ്ത സിസ്റ്ററിനും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇതിന്റെ എല്ലാവർക്കും ഇനി ആരെങ്കിലും ഒക്കെ വിട്ടുപോകും അവർക്കും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വിജയകരമായി തീരാൻ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമുക്ക് പ്രോഗ്രാമിന്റെ അവസാന ഭാഗമായിട്ട് നമുക്ക് എഴുന്നേൽക്കാം. ദേശീയ ഗാനത്തോടെ നമ്മളുടെ പ്രോഗ്രാം അവസാനിക്കും. അപ്പോൾ ദേശീയ ഗാനത്തിനായിട്ട് നമുക്ക് എഴുന്നേൽക്കാം. ദേശീയഗാനത്തെ തുടർന്ന് എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. ഇവിടെ ഷാജി സാർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് വേണം പുറത്തേക്ക് പോകുന്നത്. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा
तव शुभ नामे जागे, तव शुभ आशीष मागे, गाहे तव जय गाथा। जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। എല്ലാ കുട്ടികളും ഇരിക്കുക. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് ഡിസിപ്ലിൻ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തത് നമ്മുടെ ഷായി സാറാണ്. ഷായി സാറിന് ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. പുറത്തു നിൽക്കുന്ന എല്ലാ കുട്ടികളും അകത്തേക്ക് കയറിയിരുന്നേ. വരാന്തിൽ നിൽക്കുന്ന എല്ലാ കുട്ടികളും അകത്തേക്ക് കയറിയിരുന്നേ. ക്ലാസ് റൂമിന്റെ വരാന്തയിൽ അലക്ഷ്യമായി നിൽക്കുന്ന കുട്ടികളും ഈ ഹോളിലേക്ക് കയറിയിരിക്കണം. നമ്മൾ ഇവിടെ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പോവുകയുള്ളൂ.